ഫിനാലെ കഴിഞ്ഞു ഫൈനൽ ഫൈവ്. ഓ താങ്ക് യു. ഇതിൽ ഉപ്പുമുളകിൽ കൂടി ബോയ് നെക്സ്റ്റ് ഡോർ ആയിരുന്നു ഡീഫോൾട്ട് ഡാൻസ്. ഇപ്പോ ബിഗ് ബോസ് പറഞ്ഞ ഒരു വലിയൊരു പ്ലാറ്റ്ഫോമിൽ കൂടി യു ഹാവ് ബിക്കം എ പാർട്ട് ഓഫ് ഇറ്റ്. സോ വാട്ട് യു വാണ്ട് ടു സേ അബൌട്ട് ദാറ്റ്? ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവരുടെയും പ്രേക്ഷകരോട് എല്ലാവരും വളരെയധികം 1000 നന്ദി. കാരണം എന്നെ സപ്പോർട്ട് ചെയ്ത് ഇവിടം വരെ എത്തിക്കുക പറഞ്ഞാൽ ചെറിയ കാര്യമൊന്നുമല്ല. നമുക്ക് കയറുമ്പോൾ നമുക്ക് ആഗ്രഹമുണ്ട് എല്ലാവർക്കും, എന്താ ടോപ്പ് 5 അല്ലെങ്കിൽ അറ്റം വരെ എത്തണം, 100 ദിവസം നിൽക്കണം, അല്ലെങ്കിൽ കപ്പ് എടുക്കണം. പക്ഷെ അത് ഉറപ്പായിട്ടും അത് ജനങ്ങളാണ് തീരുമാനിക്കുന്നത്. ഒരാൾ ജനങ്ങൾ തീരുമാനിച്ചെടുത്തു, ജിൻഡപ്പൻ. അതിൽ ജയിച്ചു. ജിൻഡപ്പൻ വിജയിച്ചതിൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. പിന്നെ അതുപോലെ തന്നെ ടോപ്പ് 5 എത്തിയതിലും എനിക്ക് ഭയങ്കര സന്തോഷം, ഭയങ്കര അഭിമാനമുണ്ട്. കാരണം ഞാൻ പറഞ്ഞില്ല, ആഗ്രഹമാണ്. പക്ഷെ അവിടെ വരെ പ്രാക്ടിക്കലായിട്ട് എത്തിച്ചേരുക എന്ന് പറയുന്നത് വേറെ സംഭവമാണ്. അപ്പം അങ്ങനെ എത്തിയായിരുന്നപ്പോൾ എൻ്റെ കിളിയൊക്കെ പോയി. അതിന് പ്രേക്ഷകരോടാണ് 1000 നന്ദി. പിന്നെ റാങ്കിങ്ങിനെ എങ്ങനെ നോക്കി കാണുന്നു? ഒരു ഇപ്പം ഫസ്റ്റ് ജിൻഡപ്പൻ, രണ്ടാമത് അങ്ങനെയുള്ളൊരു സംഗതി ഉണ്ടല്ലോ, അത് ഇപ്പം അതിനെ എങ്ങനെ നോക്കി കാണുന്നു? ഇപ്പോൾ ഞാൻ പറയട്ടെ, ഇപ്പം റാങ്കിങ് എനിക്ക് അതിനെക്കുറിച്ച് എനിക്ക് പറയാം. ഇപ്പോൾ എന്താ റാങ്കിങ് ജിൻഡപ്പന് കിട്ടിയത് ഉറപ്പായിട്ട് ജനങ്ങൾ വിധിച്ചുകൊണ്ടാണല്ലോ നമുക്ക് ആ ഒരു ഫസ്റ്റ് സെക്കൻഡ് തേർഡ് വന്നത്. അപ്പോൾ അത് ജനങ്ങളുടെ ഒരു തീരുമാനമാണ്. അപ്പോൾ ഉറപ്പായിട്ട് അതിൽ കൺസെപ്റ്റ് ഉണ്ടായിരുന്നു അതിന്റെ ഹൗസിനുള്ളിൽ നിൽക്കാൻ നേരത്തെ മുടിയൊരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു, ആരായിരിക്കും? ഇല്ല, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അങ്ങനെ ആരും ജഡ്ജ് ചെയ്യാറില്ല. നമ്മള് ഡേ 1 to 100 വരെയും എൻ്റെ ഒരു പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ പുറത്തെങ്ങനെയാണ് ഞാൻ അകത്ത്, അതുപോലെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് അങ്ങ് പോവുക, ഗോ വിത്ത് ഫ്ലോ. ഞാൻ ആരും കയറി ജഡ്ജ് ചെയ്യാൻ ഒന്നും ഞാൻ നിൽക്കാറില്ല. നമുക്ക് ഞാൻ പറഞ്ഞില്ല, നമ്മൾ ഒരാളെ മനസ്സിലാക്കാൻ എന്നെ സംബന്ധിച്ചിടത്തോളം 3 മാസം 100 ദിവസം ഒന്നും പോരാ. ഒരു 2 വർഷം 3 വർഷം കഴിഞ്ഞാലും ചിലരും മനസ്സിലാവത്തില്ല. പക്ഷെ നമ്മൾ ചുമ്മാ കയറി ജഡ്ജ് ചെയ്യാനുള്ള കാര്യമില്ലല്ലോ. നമുക്ക് നമ്മളെ തന്നെ ചില സമയത്ത് അറിയത്തില്ല ഫുള്ളായിട്ട്, പിന്നെ എങ്ങനെ മറ്റുള്ളവരെ കയറി ജഡ്ജ് ചെയ്യുന്നത്? ഇപ്പൊ ശിവ ആൻഡ് ഋഷിയുടെ കോംബോ ഭയങ്കര സപ്പോർട്ടായിരുന്നു. അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഇപ്പൊ ഈ അൻസിബ ഈ കോംബോ ഈ കോംബോ എന്ന് പറഞ്ഞ സാധനമൊക്കെ ഇതിനകത്ത് വന്നിട്ട് അവർ ഈ തമ്മിൽ അടി ഉണ്ടാക്കുമ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം അൻസിബ എന്ന് പറയുന്ന ഒരു ബോണ്ട് അവിടെ കയറിയപ്പോൾ, ഇപ്പോൾ നിങ്ങൾ പറയും ഡിപ്പെൻഡ് ആണോ അല്ലെങ്കിൽ അതൊരു ഫ്രണ്ട്ഷിപ്പാണത്. അവിടെ കയറുമ്പോൾ നമുക്ക് നാച്ചുറലായിട്ട് കിട്ടുന്ന, അല്ലെങ്കിൽ നമുക്ക് അവിടെ